1,000-ഓളം ആർട്ടിസ്റ്റുകളോട് കൊണ്ട് അണിനിരത്തി ഈ പരിപാടി ഇത്ര നല്ല ഭംഗിയായിട്ട് അവർ സംഘടിപ്പിച്ചു. അതൊന്നും പറയുന്നത് സംഘാടനത്തെ പറ്റിയൊന്നും പറഞ്ഞത്. പിന്നെ ഈ പടപ്പിരിവൊക്കെ ഇന്ന് പത്രത്തിൽ വായിച്ചപ്പോഴായിരുന്നു. എങ്ങനെയാണോ അതെനിക്കറിയില്ല. അല്ലെങ്കിൽ നമ്മൾ ഇടപെടേണ്ട വിഷയമല്ലല്ലോ. പരിപാടി കണ്ടിന്യൂ ചെയ്തില്ല. ഞങ്ങളപ്പം തന്നെ ഈ 8 മിനിറ്റാണ് ഈ പ്രോഗ്രാം. കാരണം ഇവരെല്ലാം അണിനിരുന്ന് ഈ പ്രോഗ്രാം തുടങ്ങുന്ന സമയത്താണ് ഈ അപകടം സംഭവിക്കുന്നത്. അപ്പോൾ ആ സമയത്തെന്ന് പറഞ്ഞാൽ 8 മിനിറ്റ് ആ പരിപാടി നടത്തിയേ പറ്റുന്നൊരു അന്തരീക്ഷമാണ്. ഹൈവേ എല്ലാം ഉണ്ട്, ഞങ്ങളെല്ലാം ഉണ്ട്. അവിടെ പെട്ടെന്ന് ഇവരെ ഹോസ്പിറ്റലൈസ് ചെയ്യാൻ വേണ്ടി വണ്ടി വന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ അവിടെ ആ 8 മിനിറ്റ് പരിപാടി, ആ പരിപാടി 8 മിനിറ്റ് കൊണ്ട് തീർന്നു. അപ്പം തന്നെ ഞങ്ങൾ എല്ലാവരും ഇറങ്ങി. പിന്നെ പണ്ട് പരിപാടി കണ്ടിന്യൂ ചെയ്തില്ലെന്നാണ് ഞാൻ പിന്നെ മനസ്സിലാക്കിയത്. ആ 8 മിനിറ്റ് ഈ ഗിന്നസ് വേൾഡിൻ്റെ അംഗീകാരത്തിനുള്ള 8 മിനിറ്റ് പരിപാടി, അതിൽ ആ 8 മിനിറ്റ് മാത്രമാണ് ഉപയോഗിച്ചത്. കാരണം അപ്പോൾ നമ്മൾ അന്നേരം ഇത്ര ഗൗരവമായ ഒരു അപകടമാണെന്നുള്ളത് നമ്മുടെ മനസ്സിലില്ലല്ലോ, അവരുടെ മനസ്സിലും ഇല്ലല്ലോ. ഈ പറയുന്ന ആ പർട്ടിക്കുലർ ഏരിയയിലുള്ള കുറച്ച് ആളുകളല്ലേ ഈ സംഭവം കാണുന്നുള്ളൂ. ലക്ഷക്കണക്കിന് ആളുകൾ ആ സ്റ്റേഡിയത്തിലുണ്ടെങ്കിലും വളരെ കുറച്ച് ആളുകൾ കാണുന്നുള്ളൂ. അപ്പോൾ ഒരു അപകടം അങ്ങനെ ഒരു ഇത് വരുന്നില്ല. പിന്നെ ഹോസ്പിറ്റലിലോട്ട് ചെല്ലുമ്പോഴാണ് ഈ ബ്ലഡ് വരുന്നു, മറ്റു കാര്യങ്ങൾ, അപകടം സ്ഥിതി ഗുരുതരമാണെന്ന് മനസ്സിലാക്കി ഞങ്ങളൊക്കെ അപ്പം തന്നെ പരിപാടി തീരുന്നതിന് മുമ്പ് തന്നെ ഞാനൊക്കെ ഇറങ്ങി. പരിപാടി തീരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളെല്ലാം ഇറങ്ങി. ഞാനും ഹൈബിയും കൂടെ എൻ്റെ കാറിൽ തന്നെയാണ് പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് പോകുന്നത്. അപ്പോൾ അതിൽ അവിടെ പിന്നെ പരിപാടി നടത്താൻ ഞങ്ങളാരും ഉണ്ടായിരുന്നില്ല, നടത്തിയില്ലെന്നാണ് ഞാൻ പിന്നെ മനസ്സിലാക്കുന്നത്. അത് എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല.